പലവട്ടം പീഡിപ്പിക്കാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പെണ്ണുങ്ങൾ, ബാക്ക് ടു ബാക്ക് പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും റെഡിയാ പോയി കിടന്നുകൊടുക്കും, പീഡിപ്പിക്കും, പോരും, കിടന്നുകൊടുക്കും, പീഡിപ്പിക്കും, പോരും, കിടന്നുകൊടുക്കും, പീഡിപ്പിക്കും, പോരും. അന്ന് പീഡിപ്പിച്ച് കിട്ടിയ സുഖം അങ്ങോട്ട് കഴിഞ്ഞപ്പം ഇന്ന് വന്നിട്ട് ഇവിടെ വന്ന് ഛർദ്ദിക്കാൻ പലരും ഈ പറഞ്ഞ മരമുറ ചാനലിന്റെ കൂടെ റോഷിപാലിന്റെ കൂടെ കയ്യിൽ തോളിൽ കൈയിട്ട് വന്നിട്ട് ഇന്ന് ഇവിടെ റിപ്പോർട്ടിങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാളെണ്ടടാ നായിന്റെ മോനെന്ന് ചോദിക്കണം എന്ന് കിട്ടും. പക്ഷെ ആ ഒരു വിളി അല്ലെങ്കിൽ ആ ഒരു തെറി വളരെ നോർമൽ തെറിയായിട്ട് മാറിപ്പോവും ഇവിടുത്തെ ഒരു കേസിൽ. ഇനി അതിനേക്കാൾ വലിയ തെറി വിളിച്ചാലോ ഇത് കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ അവർക്കൊരു മോശമായി തോന്നും. അതുകൊണ്ട് ആ ഒരു തെറി ഞാൻ വിളിക്കുന്നില്ല. ഈ മരം കൊള്ളക്കാർക്ക് മരക്കടത്ത് മാത്രമല്ല പെണ്ണുകടത്തുണ്ടോ തോന്നിപ്പോവും. അമ്മ അതിലൊരു ന്യൂസ് ഇന്ന് ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ കേൾക്കാനിടണ്ടായി. നിങ്ങളൊന്ന് കേട്ട് നോക്കിയിട്ട് നമുക്ക് നോക്കാം ഇവർക്ക് പെണ്ണ് കച്ചവടമാണോ മരക്കച്ചവടമാണോ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പാർട്ടി ചെയ്യുന്നത് എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ നിർണായക വെളിപ്പെടുത്തലുകളുമായി യുവതി. രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് യുവതി റിപ്പോർട്ടറിനോട് പറഞ്ഞു. നിരന്തരം ഹോട്ടലുകളിലേക്ക് വിളിപ്പിച്ചതായും യുവതി വെളിപ്പെടുത്തി. പീഡന വിവരം പുറത്തു പറഞ്ഞപ്പോൾ ഐ ഡോണ്ട് കെയർ എന്നായിരുന്നു മറുപടിയെന്നും യുവതി പറഞ്ഞു. നിരവധി തവണ പീഡിപ്പിക്കാൻ വിളിച്ചു വരുത്തുന്നത് ഹോട്ടലിലോട്ട്. യുവതിന്റെ വീട്ടിൽ ചെന്ന് പീഡിപ്പിക്കുന്നില്ല. ഒരു വട്ടം പീഡിപ്പിക്കും, വീണ്ടും വിളിക്കും, ഒരു വട്ടം കൂടെ പീഡിപ്പിക്കണമെന്ന് ഹോട്ടലിലോട്ട് വരുമോ, യുവതി ഓടിച്ചെല്ലും, കിടന്നു കൊടുക്കും, പീഡിപ്പിച്ചോന്ന് വരും, വീണ്ടും പീഡിപ്പിക്കും, വീണ്ടും യുവതി പോവും, അടുത്ത വട്ടം ഹോട്ടലിലോട്ട് വീണ്ടും വിളിക്കും, ഒന്നുകൂടെ പീഡിപ്പിച്ചോട്ടേ വരൂ. പിന്നെ അതിനെന്താ ഓടിച്ചെല്ലും. ഈ സപ്ലൈ കൊടുക്കുന്നത് ഈ ടീമാണോ എന്നുള്ള ഡൗട്ട് വളരെ അധികം എനിക്കുണ്ട്. ഇപ്പറഞ്ഞ മരം കള്ളക്കടത്തുകാരാണോ പെണ്ണിനെ കടത്തി കൊടുക്കുന്നത് ഓരോ വട്ടം എന്നുള്ളത് ചിന്തിച്ചു പോകുന്നുണ്ട്. ന്യൂസ് കണ്ടു കഴിഞ്ഞാല്. ന്യൂസ് കഴിഞ്ഞിട്ടില്ല, ബാക്കിയോടെ കേട്ടോക്ക്. അപ്പോഴത്തെ നമ്മുടെ റോഷിക്കുട്ടനും കൂടെ വരുന്നുണ്ട്. ഇവനാണോ അതിന്റെ ഇടയിലുള്ള പിമ്പ് എന്ന് തോന്നിപ്പോകും. അതോടെ കാണും. ക്രൂരമായ പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടറിലൂടെ യുവതി തുറന്നു പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വിവാഹ വാഗ്ദാനം നൽകി നിർബന്ധിച്ച് പീഡിപ്പിച്ചതായാണ് പരാതി. ആ ദിവസം തന്നെ അങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായതിനു ശേഷം പുള്ളി അറ്റേ ഡേ തന്നെ എന്നോട് പറയാണ്, എന്റെ മുഖത്ത് നോക്കി പറയാണ്, എനിക്ക് പറ്റില്ല കല്യാണം കഴിക്കാൻ. അതിനുശേഷം നിർബന്ധപൂർവ്വം മരുന്ന് കഴിപ്പിച്ചതായും യുവതി പറഞ്ഞു. പിന്നീട് പലവട്ടം ഹോട്ടലുകളിലേക്ക് രാഹുൽ ക്ഷണിച്ചിരുന്നു. കേട്ടല്ലോ നിങ്ങള്. ഒരു വട്ടം പീഡിപ്പിച്ച് വയറ്റിലുണ്ടാക്കി കഴിഞ്ഞ ശേഷം ടാബ്ലറ്റ് കൊടുത്തു, നിർബന്ധിച്ച് ടാബ്ലറ്റ് കഴിപ്പിച്ചു. അതോടുകൂടി കഴിഞ്ഞു. ഇല്ല, വീണ്ടും ഹോട്ടലിലോട്ട് വിളിച്ചുകൊണ്ടേ നിന്നു. ഈ പറഞ്ഞ പെൺകുട്ടി ഓടിച്ചെന്നു ഓരോ വട്ടം പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും റോഷിപാലിന്റെ അടുത്ത ചോദ്യം കൂടെ കേട്ട് നോക്ക് നിങ്ങൾ. എനിക്ക് മെഡിസിൻ അലർജി ഉള്ള ഒരാളാണ്, എനിക്കത് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് പുള്ളി അത് കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയായിരുന്നു. അതിനുശേഷം ഏതെങ്കിലും ഹോട്ടലിലേക്കോ മറ്റെവിടേക്കെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ? പലതവണ. തന്റെ സമാനമായ അനുഭവം മറ്റു പലർക്കും ഉണ്ടായതായും യുവതി വെളിപ്പെടുത്തി. ഇനി കണ്ട നിങ്ങള്, പലതവണ ഒരിക്കൽ പീഡിപ്പിച്ചു, പലവട്ടം പീഡിപ്പിച്ചു, ഒരു വട്ടം പീഡിപ്പിച്ച സമയത്ത് വയറ്റിലുണ്ടായി. അതിനുശേഷം മരുന്ന് നിർബന്ധപൂർവ്വം കൊടുത്തു. മെഡിക്കൽ അലർജി ഉണ്ട്, എനിക്കത് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കുടിപ്പിച്ചു. അതിനുശേഷം റോഷിപാലിന്റെ അടുത്ത ചോദ്യം, വീണ്ടും നിങ്ങളെ വിളിച്ചിരുന്നോ? പലവട്ടം ഞാൻ ഹോട്ടലിലോട്ട് പോയിട്ടുണ്ട്, പലവട്ടം എന്നെ ഹോട്ടലിലോട്ട് നിർബന്ധിച്ച് വിളിപ്പിച്ചിട്ടുണ്ട് പീഡിപ്പിക്കാൻ വേണ്ടി മാത്രം. എന്റെ പൊന്നുകള്ള റോഷിപാല, അജി ഭയങ്കരനാട്ടോ. എവിടുന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവരുന്ന ഉമ്മാതിരി ഐറ്റംസിനെ നീ മനസ്സിലാവാത്തത്. ഏതായാലും റോഷിപാലിന് ഒരു പ്രത്യേക സ്നേഹം രാഹുൽ മാങ്കൂട്ടത്തിനോണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിനോണ്ടോ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഏതായാലും റോഷിപാലിന്റെ കുറച്ചുകൂടെ ഡയലോഗ് നമുക്ക് കേൾക്കാം. മറ്റൊരാൾക്കും ഈ ദുരനുഭവം ഉണ്ടാകാൻ പാടില്ല. നിയമ നടപടിയിലേക്ക് പോകാൻ ഭയമാണെന്നും തനിക്ക് ജീവിക്കണമെന്നും യുവതി പറഞ്ഞു. ഇരകൾ ഒന്നൊന്നായി വെളിപ്പെടുത്തലുകളുമായി പൊതുമധ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഒന്നു മാത്രമാണ്, പൊതുസമൂഹത്തിന്റെ പിന്തുണ. അത് നൽകേണ്ട ബാധ്യത പൊതുസമൂഹത്തിനുണ്ട്. റിപ്പോർട്ടർ ആർ റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. എന്റെ ആർ റോഷിപാല, നീ ഒരു കാര്യം ചെയ്യും. നീ ആ ചോന്നൊരു ഗൗൺ ഇട്ട് നിൽക്കണം, അതിന് പകരം നീ ഒരു നീല ഗൗൺ ഇട്ടിട്ട് നിന്റെ കുറച്ച് കാർഡുകൾ അടുപ്പിച്ച് വെച്ചു. എന്നിട്ട് കാർഡുകൾ അടുപ്പിച്ച് നീ അങ്ങ് ഇറങ്ങിക്കോ റോട്ടിലോട്ട്. കാണുന്ന പെമ്പിള്ളേർക്കൊക്കെ കൊടുത്തോണ്ടിരിക്കും. ഒരു ഏജന്റ് ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നീ ഒരു പിമ്പാണെന്ന് പറ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കുറേം കൂടെ ആൾക്കാരുടെ കോണ്ടാക്ട്സ് നിനക്ക് കിട്ടും. അപ്പൊ പിന്നെ ഇതുപോലെ പീഡിപ്പിക്കാൻ തുനിഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് നിനക്ക് ഓരോ ദിവസം പീഡിപ്പിക്കാൻ ഓരോരുത്തരും നിനക്ക് സപ്ലൈ കൊടുക്കാൻ പറ്റും. എന്തേ നോക്കുന്നു നീ അങ്ങനെ വല്ല പരിപാടികളും? ഈ ഒരു വാർത്ത കണ്ടിട്ട് ബൊക്ക വിട്ടേക്ക്. ഈ വാർത്ത കണ്ട് സാധാരണ ജനങ്ങളായിട്ടുള്ള നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തില് പീഡിപ്പിച്ച് മടുത്തുന്നാവും. ആ അവസ്ഥയിൽ പീഡിപ്പിച്ചു അല്ലേ. ഹോട്ടലുകളിലോട്ട് വിളിച്ചോണ്ടേ ഇരിക്കുക പീഡിപ്പിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ പീഡിപ്പിച്ച് ഇടക്ക് ഗർഭം വന്ന് അതിന് ടാബ്ലറ്റ് കൊടുത്തു. അത് കുടിക്കാൻ പാടില്ലാത്ത ടാബ്ലറ്റ് ആയിട്ട് പോലും ആ പെണ്ണ് കുടിച്ചു. വീണ്ടും ഹോട്ടലിലോട്ട് ചെല്ലുക പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് കാണുന്നവനൊക്കെ എന്താണ്, പൊട്ടന്മാരാണോ? ഇമാതിരി ന്യൂസ് ഏതായാലും ഈ സ്ത്രീ വന്ന് പറഞ്ഞത് റിപ്പോർട്ടറിനോട് മാത്രമാണ്, അത് നമ്മുടെ റോഷിപാലിനോട് മാത്രമാണ്. അത് എടുത്തിട്ട് അലയ്ക്കാൻ നമ്മുടെ ഇന്ന് ആരും ലീവായിരിക്കും വേണ്ടി മുട്ട ഇല്ലാത്തത് കൊണ്ട് സുജയനെ വിട്ടിട്ടുണ്ട്.
എന്നിട്ട് ഇത് കണ്ണ് ഭയങ്കര ന്യൂസായിട്ട് നാണം ഉണ്ടോടോ? മരക്കടത്തിന്റെ കൂടെ പെണ്ണ് കടത്തുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനത്തെ ന്യൂസുകളാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തപ്പം ഒരുപാട് പേര് എന്നെ അതിന് സപ്പോർട്ട് ചെയ്തു. രാഹുലിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ കംപ്ലീറ്റ് കാടടച്ച് വെടിവെക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അതിനെ കുറെ പേര് സപ്പോർട്ട് ചെയ്തു, കറക്റ്റാണ് എന്നുള്ള രീതിയിൽ. ചില ആളുകൾക്ക്, ചില അന്തം കമ്മികൾക്കും നമ്മുടെ നാട്ടിലെ സംഖ്യവാണങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ കൊണ്ടത്. അവന്മാരെന്നെ പല തെറികൾ വിളിക്കുന്നു, അത് വിളിക്കുന്നു. എൻ്റെ വീട്ടുകാരെ വരെ അതിന്റെ കമന്റ് ബോക്സിൽ എടുത്തിടുന്നു. എടാ നാണം കെട്ടവന്മാർ, ഇമാതിരി ഒരു ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നാലെ ഓടണമെങ്കിൽ ഒന്നുകിൽ ഒരു സംഖ്യ ആവണം, അതല്ലെങ്കിൽ ഒരു പരമ അന്തം കമ്മിയാവണം. അതല്ലാത്ത സാധാരണ ആൾക്കാർ ഇതിന്റെ പിന്നാലെ ഓടില്ല. പിന്നെ ശിവൻകുട്ടി എന്നൊരു ഡയലോഗ് ഇട്ടത് കണ്ടോ? അതിനേക്കാൾ രസമായി തോന്നി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പഠിച്ചത് ഷാഫിയുടെ സ്കൂളിലാണ്, ഷാഫിയാണ് സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ എന്നോ അങ്ങനെ എന്തോ ഒരു ഡയലോഗാണ്. ഷാഫി പഠിച്ച സ്കൂളിലാണ് രാഹുൽ പഠിച്ചത്, ഷാഫിയാണ് ഹെഡ് മാസ്റ്റർ എന്ന്. അപ്പം ഷാഫി പഠിച്ച സ്കൂളിൽ അല്ലെങ്കിൽ ഷാഫി പഠിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പഞ്ചാര അടിക്കാൻ പഠിച്ചു എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ശിവൻകുട്ടി പഠിപ്പിച്ച 2 മക്കളുണ്ട്, ഒരു കൊണേശനും ഒരു മുകേശനും. മുകേശൻ നടന്ന് പെണ്ണുപിടിയായിരുന്നു. കണ്ണ് കാണുന്ന ആൾക്കാരൊക്കെ തോന്നിയ സ്ഥലത്തൊക്കെ കണ്ട് പെണ്ണ് പിടിച്ച് അവസാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അറസ്റ്റ് വരെ രേഖപ്പെടുത്തിയിട്ടും ഇപ്പോഴും MLA സ്ഥാനം സുഖമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അതായിരുന്നു നമ്മുടെ ശിവൻകുട്ടിയുടെ ആദ്യത്തെ സ്റ്റുഡന്റ്. ശിവൻകുട്ടിയുടെ 2ാമത്തെ സ്റ്റുഡന്റ് ആയിരുന്നു കൊണേഷ് കുമാർ. വീട്ടിലെ നാട്ടിലും സകല സ്ഥലത്തും പിടിച്ച പെണ്ണിൽ ഒരു കൊച്ചിനെ ഉണ്ടാക്കി അവസാനം ആ പെണ്ണിന്റെ ഉമ്മൻചാണ്ടിയുടെ തലയിൽ വരെ കെട്ടിവെച്ചിട്ടുള്ള അടുത്ത സ്റ്റുഡന്റ് ആണ് നമ്മുടെ ശിവൻകുട്ടിയുടെ കൊണേഷ് കുമാർ. ഇങ്ങനത്തെ പല കുമാരന്മാരും പഠിച്ച സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആണ് നമ്മുടെ ശിവൻകുട്ടി. അപ്പൊ ശിവൻകുട്ടി ഏത് ലെവലിൽ പിടിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ശിവൻകുട്ടി എന്നെ പറയേണ്ടി വരും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത്തരത്തിലുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ തന്റെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ താൻ പഠിപ്പിച്ച പിള്ളേരെയും കൂടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്റെ പൊന്നു ശിവൻകുട്ടി നീ മുന്നിൽ ഹാജരാക്കേണ്ടി വരും കേട്ടോ, അല്ലെങ്കിൽ ആളുകൾ എടുത്ത് ഉടുക്കും നിന്നൊക്കെ. പിന്നെ രാഹുലിന്റെ കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇന്നലെ കുറെ പേരെ കണ്ടു അല്ലെ? ഇന്നലെ 1, 2, 3, 4 എന്നും പറഞ്ഞ് പലരും വന്നു, ആർക്കും കേസില്ല. ഇന്ന് വീണ്ടും റിപ്പോർട്ടർ ഒക്കെ റിപ്പോർട്ടർ TV കൂടെ പുറത്തോട്ട് വരുന്നത്. റിപ്പോർട്ടർ TV കൂടെ പല പല പെണ്ണുങ്ങൾ വന്ന് പറയുന്നു, പല പല ചാറ്റുകൾ കാണിക്കുന്നു. എവിടെയും രാഹുലിന്റെ നമ്പർ ഇല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ കോൾ ലിസ്റ്റ് മാത്രം, നമ്പർ എവിടെയും കാണിച്ചിട്ടില്ല. ഈ പറഞ്ഞ ആർക്കും പരാതിയില്ല. ഈ കാര്യങ്ങളൊക്കെ നടന്ന് വർഷങ്ങൾക്ക് മുമ്പാന്ന് പറയുന്നുണ്ട്. പലവട്ടം പീഡിപ്പിക്കാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പെണ്ണുങ്ങൾ, ബാക്ക് ടു ബാക്ക് പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും റെഡിയാ പോയി കിടന്നുകൊടുക്കും, പീഡിപ്പിക്കും, പോരും, കിടന്നുകൊടുക്കും, പീഡിപ്പിക്കും, പോരും, കിടന്നുകൊടുക്കും, പീഡിപ്പിക്കും, പോരും, അവസാനം ഗുളിക കൊടുക്കും, വീണ്ടും പീഡിപ്പിക്കും. ഒരു കുഴപ്പം ആർക്കുമില്ല. ഇന്നായപ്പോൾ എല്ലാവർക്കും പഴയ പീഡന കഥകൾ അല്ലെങ്കിൽ അന്ന് പീഡിപ്പിച്ച് കിട്ടിയ സുഖം അങ്ങോട്ട് കഴിഞ്ഞപ്പം ഇന്ന് വന്നിട്ട് ഇവിടെ വന്ന് ഛർദ്ദിക്കാൻ പലരും ഈ പറഞ്ഞ മരമുറി ചാനലിന്റെ കൂടെ റോഷിപാലിന്റെ കൂടെ കയ്യിൽ തോളിൽ കൈയിട്ട് വന്നിട്ട് ഇന്നിവിടെ റിപ്പോർട്ടിങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആർക്കും പരാതിയില്ല, ആരുടെയും ഫോട്ടോ വേണ്ട, ആരുടെയും പേര് പറയുന്നില്ല, ആർക്കും ഒരു പരാതിയില്ല. പക്ഷെ റോഷിപാലിനോട് എല്ലാവരും പരാതി പറയുന്നുണ്ട്. പിന്നെ ഇന്നലെ വന്നവർക്കൊക്കെ ആണെങ്കിലോ അവർ ഫേസ് കാണിച്ചു, അവർ വന്നു, അവരോടൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ട്, ലവ് ഒക്കെ ഇട്ടിട്ടുണ്ട്, മോളെ സുഖാണോ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹൈദരാബാദിലും പിന്നെ ഒരാളെ കൊണ്ടുവന്നിരുന്നു. അത് ഇച്ചിരി ഡിഫറെന്റ് ആയിക്കോട്ടെ വെച്ചിട്ട് അല്ലെ, പെണ്ണൊന്ന് മാറ്റി നിർത്തിയിട്ട് പെണ്ണും എല്ലാം ആണും അല്ലാത്ത ഒരു ട്രാൻസ്ജെൻഡറിനെ കൊണ്ടുവന്നും ഒരു ബൈറ്റ് അവിടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്താ പറയുന്നത്, ഹൈദരാബാദിലും ബാംഗ്ലൂരിലും കൊണ്ട് പീഡിപ്പിക്കാൻ പോയത്. ചാറ്റ് ഉണ്ടോ? ചാറ്റ് ഇല്ല. കോൾ ലിസ്റ്റ് ഉണ്ട്, കോൾ ഹിസ്റ്ററി കാണിച്ചു തന്നു, എവിടെയും കോൾ റെക്കോർഡിങ്സ് ഇല്ല. കോൾ ഹിസ്റ്ററിയിൽ രാഹുലിന്റെ നമ്പറാണോ അറിയില്ല, രാഹുലിന്റെ പേരിലുള്ള നമ്പറാണ്. അവർക്കും പരാതിയില്ല. റിനി ആൻഡ് ജോർജിന് അവർക്കും പരാതിയില്ല. അവർക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാ പറഞ്ഞത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ കൂടെ നിൽക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. എങ്ങനെ ഇറങ്ങി പുറപ്പെട്ട ഒരാളായിരുന്നു സരിത. എന്നിട്ട് അവസാനം സ്ത്രീകളുടെ കൂടെ അല്ല, നമ്മുടെ CPM-ന്റെ മന്ത്രിമാരുടെ എല്ലാവരുടെയും കൂടെ അങ്ങോട്ട് ഇഴുകിച്ചേർന്നിട്ടൊക്കെയാണ് ഈ സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പെരുമാറി വന്നത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. പിന്നെയുള്ള അടുത്ത ആള് യുവ അല്ലെങ്കിൽ പ്രവാസി യുവ എഴുത്തുകാരി. അവരുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ കമ്മികളുടെ കൂടെയുള്ള മാത്രം ഫോട്ടോ, അവരുടെ കൂടെ മാത്രമേ ഉള്ളൂ, അവരുടെ കൂടെ മാത്രമേ പരിപാടികൾക്ക് ഇതുള്ളൂ. ഒരു സമ്പൂർണ്ണ കമ്മ്യൂണിസ്റ്റ് സഹയാത്രിക. അവരാണ് അടുത്ത് വന്ന് പറഞ്ഞത് രാഹുൽ പ്ലാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങോട്ട്, ശ്രീലങ്കയിലേക്ക് പോകാനും വരാനുള്ള. എന്നിട്ടൊന്നുമില്ല, ഞാൻ ആ ചോദിച്ച ചാറ്റ് എല്ലാം കൂടി രാഹുൽ ഏതോ ഒരു മറ്റ് സഹപ്രവർത്തകർ കാണിച്ചു കൊടുത്തു, ഞാനാണ് ചാറ്റ് ചെയ്തതെന്നും പറഞ്ഞിട്ട്. അത്രേ ഉള്ളൂ. പരാതി ഉണ്ടോ? പരാതി. ഇനി നിങ്ങൾ പറ, ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഗർഭചിത്രത്തിന്റെ കഥ അല്ലെ? ഗർഭചിത്രത്തിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ കോമഡിയാണ്. കഴിഞ്ഞ 2020 തോന്നില്ല, 2020 നടന്ന കാര്യമാണ്. കൊച്ചുണ്ടോ അറിയില്ല, കൊച്ചിനെ അലസിപ്പിച്ചോ അതറിയില്ല, കൊച്ചിന് ശരിക്കും അതായത് പ്രസവിച്ചോ അതും അറിയില്ല. ഇനി പ്രസവിച്ചതിനെ തന്നെ 4-4.5 വയസ്സ് കാണും. അപ്പൊ കൊച്ചെവിടെ? അങ്ങനെ പരാതിയില്ല. ഇനി ആർക്കും പരാതി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ഏതോ ഒരു അഡ്വക്കേറ്റ് കൊണേഷൻ പോയിട്ട് ഇവിടെ കൊണ്ട് ഇവിടെ നമ്മുടെ എറണാകുളത്ത് പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്.
കംപ്ലൈന്റ് കൊടുത്ത് പോലീസ് നടപടി എടുക്കും ഒരു ഉറപ്പില്ല. കാരണം എന്താണ്, കംപ്ലൈന്റ് കൊടുത്ത ഇപ്പറഞ്ഞ അഭിഭാഷകന് ഇവരുമായിട്ട് ആരുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ എന്ത് കൊണക്കാണ് കംപ്ലൈന്റ് ആയിട്ട് വന്നത്? വെറുതെ അവനൊരു സുഖം, ഒരു അന്തം കമ്മി അവനെ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് അവന്റെ ഒരു സുഖത്തിന് വേണ്ടി പരാതി കൊടുത്തു. പരാതിക്കാരി മുന്നോട്ട് വരുന്നില്ല. പരാതിക്കാരി ഇവന് സബ്മിറ്റ് ചെയ്ത ശബ്ദ സംഭാഷണം പരാതിക്കാരിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണോ എങ്കിൽ ആ പരാതിക്കാരി എവിടെ, അല്ലെങ്കിൽ ആ പെണ്ണ് എവിടെ, അത് കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ക്ലിപ്പ് നിനക്ക് എവിടുന്ന് കിട്ടി? എവിടുന്നോ കിട്ടി, അല്ലെങ്കിൽ വായുന്ന് എയർന്ന്, അതല്ലെങ്കിൽ നമ്മുടെ മരമുറി കമ്പനിക്കാർ കൊടുത്ത ക്ലിപ്പ്. അപ്പൊ ഇതിന്റെ ആധികാരികത എന്താ അതറിയില്ല. കാരണം നിങ്ങൾക്ക് ഈ പറഞ്ഞ ആരുമായിട്ട് ബന്ധമുണ്ടോ? അതില്ല. പിന്നെ എന്ത് ഒലക്കമ്മല മൂടനാടാ നീയൊക്കെ പരാതി കൊണ്ടുവന്നതെന്ന് ചോദിക്കാൻ നമ്മുടെ നാട്ടിലെ പോലീസ് എത്രത്തോളം മുതിരും എന്നറിയില്ല. കാരണം ഈ പറഞ്ഞ മൊത്തം കമ്മികളുടെ നേതാവിന്റെ അണ്ടറിലായത് പോലീസ് നമ്മുടെ നാട്ടില്, അല്ലേ? ഇനി നിങ്ങൾ പറയും, ഇത്രയും കേട്ട് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ച് നോക്കുമ്പോൾ കാടടച്ച് വെടിവെക്കാൻ പറ്റുമോ നമുക്ക്? ഒരിക്കലും കാടടച്ച് വെടിവെക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണുന്നില്ല. പഞ്ചാര അടിച്ചു വെച്ചാൽ അടിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ടെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. അതുകൊണ്ട് മോനെ ശിവൻകുട്ടി ഒന്ന് സൂക്ഷിച്ചൊക്കെ പറയാം. അതല്ലെങ്കിൽ നിന്റെ സ്കൂളിലെ മൊത്തം പിള്ളേരെ പുറത്തോട്ട് എടുപ്പിച്ചല്ലേ, അവന്മാര് പഞ്ചാരടിയിലല്ല വീരന്മാര്, പെണ്ണുപിടിയില വീരന്മാര്. പിടിച്ച് സ്വന്തം ഭാര്യനെ വരെ കള്ളു കുടിച്ച് അടിച്ച് അവസാനം പിരിഞ്ഞ കഥ വരെ നമ്മുടെ മുകേശൻ കുമാറിനും കൊണേശൻ കുമാറിനും ഉണ്ട് എന്നുള്ളതും മൂക്കിനിടി കിട്ടി. ആ ഫോട്ടോ ഇപ്പോഴും ഈ പറഞ്ഞ എല്ലാ മാധ്യമങ്ങളിലും ലൈവായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതും ഓർത്താൽ ശിവൻകുട്ടിക്ക് നല്ലത്. പിന്നെ റോഷിബാലിന്റെ പരിപാടി നല്ല പരിപാടിയാണ്, മുന്നോട്ട് പോട്ടെ. എല്ലാ രാഷ്ട്രീയക്കാർക്കും മറ്റേതൊരാൾക്കാർക്കും നീ തന്നെ ആയിരിക്കട്ടെ പിമ്പ് എന്നുള്ളതും, നീ വഴി അവർക്കെല്ലാവർക്കും പെണ്ണ് കിട്ടട്ടെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നു.